ഹായ് ഫ്രണ്ട്സ്, കാംല റഷീദ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ ഒരു മോർണിംഗ് റൊട്ടീനാണ് ചെയ്യുന്നത്. മോർണിംഗ് റൊട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ കടയിൽ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി വരുന്നുണ്ട്. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കറി വെച്ച് ചോറും വെച്ചിട്ട് വേണം നമുക്ക് കടയിൽ പോകാനായിട്ട്. അതിന് പിന്നെ ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ടിട്ടുണ്ട്. മുറ്റം തൂത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത്. മുറ്റം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് കോവയ്ക്ക നിൽപ്പുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു അതൊന്ന് പിച്ചി വെക്കാമെന്ന് കരുതിയിട്ട് കോവയ്ക്ക പിച്ചുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് നിന്ന് പിച്ചുന്നുണ്ടായിരുന്നു. ഈ കോവയ്ക്ക കോവയ്ക്ക പടർത്തിയിരിക്കുന്നിടത്ത് തന്നെ ഇതിനു മുമ്പ് പാവയ്ക്ക പടർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നും ഒരു പാവയ്ക്കയൊക്കെ പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പാവയ്ക്ക പിച്ചുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് കോവയ്ക്കയാണ്. അന്നേരം ആ കോവയ്ക്കയൊക്കെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതൊക്കെ പിച്ചി വെക്കാമെന്ന് കരുതിയിട്ട് ഞാനത് പിച്ചുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇലയിലൊക്കെ നല്ല വെള്ളം വീണ് നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിലും ഇല പച്ച തന്നെയാണല്ലോ. എന്തായാലും ഈ മഴ പെയ്ത് നനഞ്ഞിട്ട വെയിറ്റ് കൊണ്ടായിരിക്കും ആ പടർത്തിയിരുന്ന വള്ളി അങ്ങ് താഴോട്ട് താന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ കോവയ്ക്കൊക്കെ ഒന്ന് പിച്ചി വയ്ക്കാം. ഇതാകുമ്പോഴത്തേക്കും എന്തുവാ, നമ്മൾ വിഷാംശം ചേരാത്ത പച്ചക്കറിയല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്നതല്ലേ. ഇത് വളർന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു വള്ളി കെട്ടിക്കൊടുത്ത് അന്നേരം അങ്ങ് വളർന്നു വന്നു. ഒത്തിരി കോവയ്ക്ക ഇതിന് പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അടുത്ത വീട്ടുകാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുള്ളൂ. കോവയ്ക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഇന്ന് എടുക്കുന്നില്ല, ഇതങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ നേരം 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും കോവയ്ക്ക കാണുമല്ലോ. അന്നേരം അതും കൂടെ പിച്ചി എടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് മെഴുക്ക് പുരട്ടാൻ നേരിട്ട് ഇത് ഇന്ന് എടുക്കുന്നില്ല, ഇതങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ നേരത്തെ പാത്രത്തിലിട്ട് വയ്ക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 9 മണിക്ക് മുന്നേ എനിക്ക് ജോലി ഒതുക്കി പോകാനുള്ളത് കൊണ്ടാണ്. പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ റിസ്ക്കാണ്. ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുകയും ഞാൻ എഴുന്നേറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് മക്കളൊന്നും എഴുന്നേക്കത്ത് പോലുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ പുട്ടുണ്ടാക്കാൻ നേരത്തെ ബീഫ് കറി ഉള്ളതുകൊണ്ട് അവർക്ക് പുട്ട് മതിയെന്ന് പറഞ്ഞു. അന്നേരം പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുന്നുണ്ട്. പച്ചവെള്ളത്തിലാണ് ഞാൻ പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുന്നത്. ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കി പിന്നെ മാവ് അങ്ങോട്ടിട്ട് കിണ്ടിയൊക്കെ എടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പച്ചവെള്ളം ഒഴിച്ചാൽ പുട്ടിൻ്റെ പൊടി ഒഴിച്ചെടുക്കുന്നത്. ഇപ്പോൾ പുട്ടും ബീഫ് കറിയും ആക്കി വെച്ചിട്ട് പോകാൻ നേരം അന്നേരം ആ ബീഫ് കറി തന്നെ ചോറിനും ആ കറി തന്നെ മതിയായിരിക്കും. അപ്പോൾ ഞാൻ വേറെ കറികളൊന്നും വെക്കുന്നില്ല, പുട്ടിൻ്റെ പൊടി ഒഴിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ പുട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചില്ല, പിന്നെ സമയം കിട്ടിയില്ല വീഡിയോ എടുക്കലും എല്ലാം കൂടി. അന്നേരം വേണ്ട പുട്ട് കഴിക്കാൻ പുട്ടും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്, അത് കഴിക്കാനായിട്ട് പോവുകയാണ്. അന്നേരം എൻ്റെ ജോലികളെല്ലാം ഫിനിഷായി. അതൊക്കെ കഴിച്ച് ഞാൻ അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ടു. എല്ലാ ജോലിയും ഫിനിഷായി. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. അന്നേരത്തേക്കും റെഡി ആയില്ല, അതിന് മുന്നേ പിന്നെ ജോലിയെല്ലാം ഒതുങ്ങിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അന്നേരം ബീഫ് കറിയും കട്ടൻ ചായയും ചോറും പുട്ടും ഒക്കെ ഇവിടെ റെഡിയായി. എല്ലാം റെഡിയാക്കി വെച്ച് അടുക്കള നീറ്റാക്കി. ഇപ്പോൾ എല്ലാം ഓക്കെ, അടുക്കളയിലെല്ലാം റെഡിയായി. ഇപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഒരുങ്ങി ഇനി ഞാൻ കടയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 9:30 കടയിൽ പോവാം. പിന്നെ ഇനി ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വരും. പിന്നെ അത് കഴിഞ്ഞ് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 6:30 ആകുമ്പോഴേ വരത്തുള്ളൂ. അപ്പം എനിക്ക് പോകാൻ സമയമായി. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.